നമ്മളിപ്പോ ഇന്നത്തെ ഭാഗ്യശാലികളെ, ഇന്നത്തെ മീൻസ് ഈ ആഴ്ചയിലത്തെ നമ്മുടെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് തെരഞ്ഞെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ഗായത്രിയാണ്. അപ്പൊ ഗായത്രിക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി കുടുംബത്തിലേക്കും ഇവിടെ ഞങ്ങൾ എല്ലാവരും ടീം മെമ്പേഴ്സ് ഇന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഗായത്രിനെ വെൽക്കം ചെയ്യാണ് അല്ലേ? എന്നാ കൈയടിച്ച് വെൽക്കം ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമിൽ ചേട്ടൻ, അതുപോലെ തന്നെ ജോയി ചേട്ടൻ, ഷക്കീറേട്ടൻ, സുനിൽ ചേട്ടൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മീഡിയ എപ്പോഴും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്ക് യു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മാനം വാങ്ങിക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമുക്ക് തുടങ്ങാം. ലക്കി ഡ്രോ കണ്ടുപിടിക്കാം. ഗായത്രിനെ കുറിച്ച് ഗായത്രി രണ്ടു വാക്ക് പറയട്ടെ അല്ല, എന്നിട്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് വരിക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പതുക്കെയാണ് നമുക്ക് എന്തൊക്കെയാ ഇഷ്ടം എന്നുള്ളത് നമ്മൾ അറിയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പീപ്പിൾസ് പേഴ്സൺ ആണെന്ന്. എനിക്ക് ആൾക്കാരുടെ ചുറ്റും നിൽക്കുമ്പോൾ, ആൾക്കാരുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അത് നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഈ ചടങ്ങിൽ എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് മീഡിയാസിനോടാണ്. എപ്പോഴും എന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. അത് എന്നിട്ട് റീലായിട്ട് വന്നിട്ട് അത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് ഇത്രയും 37 വർഷത്തിന്റെ പാരമ്പര്യം, എല്ലാം കൊണ്ടും 50 വർഷം, അതാണ് ഇന്നത്തെ പരിപാടി. സോ അതിന് കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് വളരട്ടെ. കേരളം മാത്രമല്ല, ലോകത്ത് മൊത്തം നിങ്ങൾ വളരട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്താ ഓക്കെ, അപ്പോ താങ്ക് യു. നമുക്ക് അടുത്തത് ആരാന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. നറുക്കെടുപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഐഷാനിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ പറ്റുന്ന കയ്യടി മാത്രമാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുന്നത് കരുതുക. ഓക്കെ, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് 6th പ്രൈസ് ആണ്. ഉണ്ണിച്ചേട്ടൻ എടുത്തോളൂ. 6th പ്രൈസ് മിക്സി. നിത്യ ടെൻസൻ, വട്ടോളി ഹൗസ്, തുമ്പക്കോട്. തുമ്പക്കോടാണ് സ്ഥലം വരുന്നത്. നിത്യ ടെൻസൻ. ഓക്കെ, മിക്സിയാണ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മുടെ 7th പ്രൈസ് ആണ്. ഇപ്പോ ശ്രീലക്ഷ്മി സിൽക്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ കെ സുഗതൻ, ഞങ്ങളുടെ അച്ഛൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരാ സമ്മാനം ലഭിച്ചത്. AO ജോയ്, അന്തിരി വീട്, വാസുപുരം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനാണ് 7th പ്രൈസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്ക് നമ്മൾക്ക് ഈ ലക്കി ഡ്രോയില് വിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സമ്മാനം നൽകുന്നത് അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയില് ശനിയാഴ്ച ലക്കി ഡ്രോ നമ്മൾ നടത്തുമ്പോൾ ഇവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. അപ്പൊ ഈ കഴിഞ്ഞ 2nd ലക്കി ഡ്രോയില് വിന്നേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, അടുത്ത ആഴ്ചയാണ് സമ്മാനം നൽകുക. ഓക്കെ, സോ കൺഗ്രാറ്റ്സ്. വെടിക്കെട്ടൊക്കെ ഉണ്ടാവും വിചാരിക്കേണ്ട. ഓരോ സമ്മാനം കിട്ടുമ്പോഴും കയ്യടിയില്ലാത്തോണ്ട് അങ്ങനെ ഒരു ധാരണ കുറഞ്ഞു. അപ്പൊ അടുത്ത പ്രൈസ് നമുക്ക് ഓവനാണ്. അതാർക്ക് ലഭിക്കണേ നോക്കാം. അത് ഷക്കീറേട്ടനാണ്. അപ്പൊ നമ്മുടെ രശ്മിയാണോ? ശ്രീലക്ഷ്മി സിൽക്സ് ആൻഡ് സാരീസിനാണോ? ഗായത്രി സിനിമാ താരം ഗായത്രി. അപ്പൊ നമ്മുടെ ജോയ് ചേട്ടൻ 4th പ്രൈസ് ആർക്ക് ലഭിക്കണേ നോക്കാം. രശ്മി ഉപ്പത്ത് ഹൗസ്, നായരങ്ങാടി. 9495
ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മി സിൽക്സ് ആൻഡ് സാരീസ്. ഗായത്രി സുരേഷിന് കൊടുക്കാം. ഹലോ ചേട്ടാ, എന്റെ പേര് ഗായത്രി എന്നാണ്. ഞങ്ങള് ശ്രീലക്ഷ്മി സിൽക്സ് എന്നാ വിളിക്കണേ. ചേട്ടനൊരു വാഷിംഗ് മെഷീൻ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് നറുക്കെടുപ്പില്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അല്ല ഇത് പറയാൻ വിളിച്ചതാ. വേണമെങ്കിൽ ഒരു കയ്യടി കൊടുക്കാം അല്ലേ? യെസ്, താങ്ക് യു ചേട്ടാ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എന്താ അടുത്ത ആഴ്ചയാണ് സമ്മാനം കിട്ടുക. അടുത്ത ശനിയാഴ്ച. അടുത്ത ശനിയാഴ്ച 10:30 മണിക്ക് ശ്രീലക്ഷ്മി ഓഫീസിൽ വിളിക്കും. അതാർക്ക് ലഭിക്കണേ നോക്കാം. എടുത്തോളൂ. പ്രശാന്ത് പി, അതിരപ്പള്ളി. അതിരപ്പള്ളി എന്നാണ് പ്രശാന്ത് പി. ഇത് കിട്ടും, അറിയാം. പ്രൈസ് നമുക്ക് നോക്കാം. ഫ്രിഡ്ജ് ആർക്കാണ് ലഭിക്കണേ നോക്കാം. അതെ, ഒന്ന് ഷഫിൾ ചെയ്തോളൂ. ഒരു ഭാഗ്യശാലി താഴെ പോയി. രാജീവ് വി എൻ, വലിയ വീട്ടിൽ ഹൗസ്. എവിടെ സ്ഥലം? മോതിരക്കണ്ണി. ആരെങ്കിലും നമുക്ക് വിളിച്ചു കിട്ടോ നോക്കാം. ഒന്ന് കൈയടിച്ചാൽ. ഓക്കെ, നമ്മളിപ്പോ നടക്കുന്ന ലക്കി ഡ്രോ ഫസ്റ്റ് പ്രൈസ് ആണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് നമുക്ക് AC ആണ്. അപ്പൊ ആർക്കാ ലഭിക്കണേന്ന് നോക്കാം. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ലക്കി ഡ്രോ നടത്തുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വിചാരിക്കണ്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട് കിട്ടണേന്നോ. ഓക്കെ, ഇത്